എന്തു പറ്റിയച്ചാ? ശീർഷാസനമാ. ഞാൻ വിചാരിച്ചു തിന്നിട്ട് എല്ലിന്റെ അടി കയറി തന്നെ. പോടാ പോടാ. നീ അറിഞ്ഞില്ലേ, എനിക്കൊരു മോഹൻലാൽ പടം കിട്ടി. ഞാനെന്ന് വെട്ടിയെടുത്തതാ. കളിയാക്കല്ലേ മോനെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ശുഭദിനം എനിക്കും വരുമെന്ന്. ഞാൻ വന്നു. മോഹൻലാലിന്റെ അമ്മാവനായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ്. ഡയലോഗുണ്ടേ. ആഹാ, ആ അമ്മാവൻ തലകുത്തിയാണോ നടക്കുന്നത്? ഇത് വേറെ കാര്യം, വയറ് കുറക്കാൻ വേണ്ടിയാ. വയറ് കുറയ്ക്കാനാണെങ്കിൽ ഒരു ചെറിയ കാര്യമുണ്ട്, തീറ്റ കുറച്ചാ മതി. ബൂസ്റ്റ് കലക്കിയത് നന്നായിട്ട് അങ്ങ് മോന്തിക്കോ. ദേ, ഇതൊന്നും സിനിമാ നടന്റെ കാശിന് വാങ്ങിയതല്ല, ഞാൻ വിധി പറഞ്ഞുണ്ടാക്കുന്ന കാശാ. അയ്യടാ, കഴിഞ്ഞ പടത്തിന് കിട്ടിയ റെമ്യൂണറേഷൻ 250 രൂപയാണ് നിന്റെ കയ്യിലല്ലേ കൊണ്ടുതന്നത്. കഴിഞ്ഞ പടോ? അത് ഞങ്ങൾ അറിഞ്ഞില്ല. കഴിഞ്ഞ പടം എന്ന് പറഞ്ഞ ഇപ്പൊ ജനുവരി മാർച്ച് റിലീസായിട്ടില്ല. അയ്യോ, തടി കുറയണമെങ്കിലേ ശരീരം നന്നായിട്ട് സാധകം ചെയ്യണം, എന്നാലേ സംഗതികൾ വരൂ. എന്റെ അമ്മോ, ദേ തുടങ്ങി സംഗീതവും സാധകവും. വീട്ടിലെങ്കിലും ഒരു സ്വസ്ഥത താടി. ആ പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രൊഡ്യൂസർ അങ്കമാലിക്കാരനാ. അങ്ങേർക്ക് എന്നെയും കൂടി പാർട്ട്ണർഷിപ്പ് ചേർത്താ കൊള്ളാന്നൊരു ആഗ്രഹം. 5 ലക്ഷം രൂപ കൊടുത്ത് ഞാനും കൂടി ചേർന്ന പറയുന്ന റോളും തരും, പടം ഹിറ്റായ ലാഭവും തരും. കോടികൾ കിട്ടിയിട്ട് വേണം നിനക്കൊരു കോടിമുണ്ടും ഷർട്ടും വാങ്ങിച്ചു തരാൻ. മോനെ മോനെ ചുരുക്കി പറഞ്ഞ 5 ലക്ഷം രൂപ കൊടുത്താലേ റോള് കിട്ടൂ. അതെ, കിട്ടൂ. 5 lakhs വേണം. നീ വിചാരിച്ച വല്ലതും നടക്കൂടാ? നടക്കും, അച്ഛൻ നടക്കും, ഒരുപാട് നടക്കും. പക്ഷെ കാര്യം നടക്കില്ല. എടാ, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വേഷം ചെയ്യണം. അതെന്റെ അവസാനത്തെ ആഗ്രഹം. 5 ലക്ഷത്തിന്റെ അവസാനത്തെ ആഗ്രഹം ഒരു ഒടുക്കത്തെ ആഗ്രഹം. അത് സാധിച്ചേരാൻ ഞാനൊരു പണക്കാരന്റെ മോനൊന്നുമല്ല, പാവപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മോനാ.